ഹായ് എവ്രി വൺ, എല്ലാവർക്കും ഓഫ് ദ റെസിപ്പീസ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മൾ മസാല ദോശയ്ക്കൊക്കെ തയ്യാറാക്കുന്ന മസാലയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നല്ല അടിപൊളി രുചിയിൽ എങ്ങനെയാണ് മസാല ദോശയ്ക്കുള്ള മസാല തയ്യാറാക്കാമെന്ന് നോക്കാം. മസാല തയ്യാറാക്കാനായി ഞാനിവിടെ ആദ്യം ചെയ്യുന്നത് ഒരു 6 ചെറിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ മുറിച്ച് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം ഒരു അര ഗ്ലാസ് വെള്ളവും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇത് ഒരൊറ്റ വിസിൽ വരുത്തി നമുക്ക് വേവിച്ചെടുക്കാം. സാധാരണ എനിക്ക് ഒറ്റ വിസിലിൽ തന്നെ ഉരുളക്കിഴങ്ങ് നല്ല കറക്റ്റ് വേവിന് കിട്ടാറുണ്ട്. വേവ് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ വിസിൽ വരുത്തി വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് വേവുന്ന സമയമാകുമ്പോഴേക്കും നമുക്കൊരു പാനിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി വന്നാൽ ആദ്യം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉഴുന്നുപരിപ്പ് ഒന്ന് കഴുകിയ ശേഷമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു 2 വറ്റൽമുളക് പൊട്ടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കടുകൊക്കെ പൊട്ടി മുളകൊക്കെ മൂത്ത് ഉഴുന്നുപരിപ്പൊക്കെ നല്ല ബ്രൗൺ നിറമായി വരുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പൊക്കെ ഇതുപോലെ നല്ല ബ്രൗൺ നിറമായി കിട്ടിയാൽ നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഇഞ്ചിയും പച്ചമുളകും നല്ല ഫൈനായി അരിഞ്ഞതും വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. പച്ചമുളക് വേണമെങ്കിൽ നീളത്തിൽ മുറിച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പച്ചമുളകും ഇഞ്ചിയൊക്കെ നല്ലപോലെ മൂത്ത് കിട്ടിയാൽ നമുക്കിനി ഇതിലേക്ക് അടുത്തായി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിരുന്ന സവാള വളരെ നൈസായി അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മസാല ഉണ്ടാക്കുമ്പോൾ സവാള എപ്പോഴും വളരെ തിന്നായി തന്നെ അരിയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് സവാള നല്ല പോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ട്രാൻസ്പാരന്റ് ആയി കിട്ടിയാൽ ഞാൻ ഇനി ഇതിലേക്ക് അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ ഫ്രോസൺ പീസ് ആണ്. ഇത് ഓപ്ഷണൽ ആണ്. ഫ്രോസൺ പീസിന് പകരം നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും വേറെ വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചിലരൊക്കെ ഈ മസാല തയ്യാറാക്കുമ്പോൾ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് കാണാം. ഞാൻ സാധാരണ സവാളയും ഉരുളക്കിഴങ്ങും മാത്രമേ ചേർത്ത് കൊടുക്കാറുള്ളൂ. ഇനി ഫ്രോസൺ പീസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ തലേനാൾ ഓവർനൈറ്റ് കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് നമുക്ക് ഉരുളക്കിഴങ്ങിന്റെ ഒപ്പം ഒരു വിസിൽ വരുത്തി വേവിച്ചു കൊടുത്തും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് നല്ല പോലെ വഴറ്റി കൊടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്ത ഫ്രോസൺ പീസിന്റെ ആ റോ ടേസ്റ്റ് ഒക്കെ നല്ല പോലെ മാറി കിട്ടണം. ഒപ്പം നമ്മുടെ സവാളയും നല്ല പോലെ ഒന്ന് വഴണ്ടി കിട്ടണം. ഇനി ഈ ഒരു പരുവമായാൽ ഞാൻ ഇതിലേക്ക് അടുത്തായി ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത ശേഷം പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ വീണ്ടും 2 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിനി നമ്മൾ വേവിച്ചു വെച്ച ഉരുളക്കിഴങ്ങാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഉരുളക്കിഴങ്ങ് കുക്കറിൽ വെച്ച് തന്നെ ഞാനൊന്ന് ചെറുതായി ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഉടച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് ഫൈനായി ഉടച്ചെടുക്കരുത്. ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് കടിക്കാൻ കൂടി കിട്ടുന്നതാണ് നമ്മുടെ ഈ മസാലയുടെ ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഉടയ്ക്കുമ്പോൾ വല്ലാതെ ഉടഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് എല്ലാതും വളരെ സോഫ്റ്റ് ആയി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വല്ലാതെ ഉടഞ്ഞു പോകണ്ടെന്ന് വെച്ചിട്ടാണ് വളരെ സോഫ്റ്റ് ആയി മിക്സ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം ഞാൻ ഇതിലേക്ക് ഇനി അവസാനമായി ഒരു 1/2 കപ്പ് മല്ലിയില നല്ല ഫൈനായി ചോപ്പ് ചെയ്തെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മസാലയ്ക്ക് ഒരു നല്ലൊരു ഫ്ലേവർ കൂടി കിട്ടും. ഈ ഒരു സമയത്ത് നമ്മുടെ മസാലയുടെ കൺസിസ്റ്റൻസി നോക്കിയ ശേഷം വല്ലാതെ തിക്കായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ മസാലയുടെ കൺസിസ്റ്റൻസി വല്ലാതെ തിക്കായി പോയാൽ നമുക്ക് മസാല ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ദോശയ്ക്ക് മുകളിൽ ഈ മസാല വെച്ച് ഒന്ന് പരത്തിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാവും. അത് കാരണമാണ് കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, പച്ചവെള്ളം ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. ചെറിയ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പും എരിവൊക്കെ ഞങ്ങളുടെ പാകത്തിന് നല്ല കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ മസാല വെച്ച് നമുക്ക് മസാല ദോശകൾ തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ മസാലയുടെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. ഒപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ മസാല ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ശരി, ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.